ഇപ്പോൾ കിട്ടിയ ഒരു വാർത്തയുണ്ട് ഗുജറാത്തിൽ നിന്നാണ്. ഗുജറാത്തിൽ കോവിഡ് ആശുപത്രിയിലുണ്ടായ തീപിടുത്തത്തിൽ 5 രോഗികൾ മരിച്ചു, 6 പേർക്ക് പൊള്ളലേറ്റു. രാജ്കോട്ടിലെ ആശുപത്രിയിൽ ICUവിൽ കഴിഞ്ഞിരുന്ന രോഗികളാണ് മരിച്ചത്. ഷോർട്ട് സർക്യൂട്ടാണ് അപകട കാരണം എന്നാണ് പ്രാഥമിക നിഗമനം. പുലർച്ചെ 1 മണിയോടെയായിരുന്നു തീപിടുത്തമുണ്ടായത്. സംഭവത്തെക്കുറിച്ച് അന്വേഷിക്കാൻ സർക്കാർ ഉത്തരവിട്ടിട്ടുണ്ട്. ഗുജറാത്തിലെ ഈ ആശുപത്രിയിലാണ് പുലർച്ചെയോടെ തീപിടുത്തമുണ്ടായത്. 5 കോവിഡ് ആശുപത്രിയായിരുന്നു. 5 പേരാണ് മരിച്ചത്, 6 പേർക്ക് പൊള്ളലേറ്റിട്ടുമുണ്ട്. ഏതായാലും അന്വേഷിക്കാൻ സർക്കാർ ഉത്തരവിട്ടു. ഇത്രയൊക്കെയാണെന്ന് വാർത്തയുടെ ബഹളമാണ്. ഈ മറഡോണയുടെ കാര്യം ആലോചിച്ച് പറഞ്ഞപ്പോഴാണ് ഈ അദ്ദേഹത്തിൻ്റെ ദുബായിൽ ഡ്രൈവറായിരുന്ന സുലൈമാൻ്റെ കഥ. കഴിഞ്ഞ 9 വർഷമായി മറഡോണ ദുബായിലെത്തിയാൽ പുള്ളിക്കാരനാണ് വണ്ടി ഓടിക്കുന്നത്. പുള്ളിയുടെ വളരെ ഹൃദയസ്പർശിയായ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഉണ്ട്. കഴിഞ്ഞ ദിവസം ഈ 60ാം പിറന്നാൾ ആഘോഷിക്കാൻ വിളിച്ചപ്പോഴും സുലേ ഐ മിസ് യു ഇതാണ് മറഡോണ പുള്ളിയുടെ പറയുന്നത്. ഭയങ്കര നമുക്ക് വായിക്കുമ്പോൾ തന്നെ നമുക്കൊരു സങ്കടം തോന്നാം. അതൊരു പോസ്റ്റാണ്. മറഡോണയുടെ കാര്യം പറഞ്ഞപ്പോൾ അതൊരു ഓർത്തുപോയി. ഇതെല്ലാം നമ്മൾ ഇടവേളയ്ക്ക് മുമ്പ് പറഞ്ഞ പോലെ നമുക്കൊരു സ്ഥലത്ത് വരെ പോവാം. പാലക്കാട് ജില്ലയിലെ ഒരു പൂന്തോട്ടവും ശില്പോദ്യാനവും കാണാം. ഈ പൂന്തോട്ടത്തിന് ഒരു പ്രത്യേകതയുണ്ട്. അതെന്താണെന്ന് കണ്ടു തന്നെ അറിയാം. ഇവിടുത്തെ കാഴ്ചകൾ, ഈ ഒരു പൂന്തോട്ടവും ഇവിടുത്തെ ശില്പങ്ങളുമെല്ലാം അത്രയേറെ മനോഹരമാണ് എന്ന് കരുതി ഇതൊരു വിനോദ കേന്ദ്രമാണ് എന്ന് നിങ്ങൾ തെറ്റിദ്ധരിക്കേണ്ട. നെന്മാറയിലെ വക്കാവിലാണ് ഈ അതിമനോഹരമായ സ്ഥലം. ഇതിനൊരു പ്രത്യേകതയുണ്ട്. അതെന്താണെന്ന് നമുക്ക് അടുത്ത കാഴ്ചയിൽ മനസ്സിലാകും. പൂന്തോട്ടവും ശില്പങ്ങളുമെല്ലാമുള്ള ഒരു ശ്മശാനം ലോകത്ത് വേറെ എവിടെയെങ്കിലും ഉണ്ടോ എന്ന് അറിയില്ല. നമ്മുടെ രാജ്യത്തും ഇങ്ങനെയൊന്നും കേട്ടിട്ടില്ല. നമ്മുടെ സംസ്ഥാനത്ത് ആദ്യമായിട്ടാണ് ഇത്തരമൊരു ശ്മശാനം. ഒരാളുടെ അന്ത്യയാത്ര പൂന്തോട്ടത്തിലൂടെ അവസാനിക്കുന്നു എന്നുള്ളതാണ് ഇവിടുത്തെ പ്രത്യേകത. നമ്മൾ കണ്ട പൂക്കളും ശില്പങ്ങളുമെല്ലാം ഒരു ശ്മശാനത്തിലെ കാഴ്ചകളായിരുന്നു. ശ്മശാനം മാത്രമല്ല, ഇതിന്റെ തൊട്ടപ്പുറത്ത് ഒരു മാലിന്യ സംസ്കരണ കേന്ദ്രവുമുണ്ട്. പഴയ മാലിന്യക്കുന്നും ശ്മശാനവും ഇന്നൊരു പാർക്ക് പോലെ മനോഹരമാണ്. ഒരു കാലത്ത് ആരും വരാൻ ഭയന്നിരുന്ന ഈ സ്ഥലം ഇന്ന് മനോഹരമാക്കിയത് നെന്മാറ പഞ്ചായത്താണ്. ശ്മശാനത്തിന് തൊട്ടുപുറകിലായി മാലിന്യ സംസ്കരണ കേന്ദ്രവും പ്രവർത്തിക്കുന്നു. പഴയ മാലിന്യക്കുന്ന് ഇപ്പോൾ പഴങ്കഥയായി. ഈ മാലിന്യം എന്നത് ഈ പ്രദേശത്തെ നാട്ടുകാരുടെ ഏറ്റവും വലിയ പേടി സ്വപ്നമായിരുന്നു. ഒരു മഴ പെയ്താൽ കറുത്ത വെള്ളമാണ് ഈ കുന്നിൻ മുകളിൽ നിന്നും താഴേക്ക് വക്കവ് പ്രദേശങ്ങളിലേക്ക്, കിണറുകളിലേക്കും കുളങ്ങളിലേക്കും ഒഴുകി എത്തിക്കൊണ്ടിരുന്നത്. അതുകൊണ്ട് തന്നെ വലിയ അനാരോഗ്യ പ്രവണതകളും അസുഖങ്ങളും ക്യാൻസർ തുടങ്ങിയിട്ടുള്ള രോഗങ്ങളും ഇതുമൂലമാണോ എന്ന് ഈ പ്രദേശത്തെ ജനങ്ങൾ ഭയപ്പെട്ടിരുന്നു. അപ്പോഴാണ് എന്ത് വില കൊടുത്തും ഈ മാലിന്യ കേന്ദ്രത്തെ മാറ്റിയെടുക്കണമെന്ന ദൃഢനിശ്ചയത്തോടുകൂടി, ലക്ഷ്യബോധത്തോടുകൂടി ഞങ്ങൾ ഈ പദ്ധതി ആരംഭിച്ചു. മുപ്പത്തിരണ്ടോളം ശില്പങ്ങളാണ് ഇവിടെയുള്ളത്. നമുക്ക് ഈ ശ്മശാനവും മാലിന്യക്കുന്നും ഇത്രയേറെ ഭംഗിയാക്കിയ ശില്പി രാജൻ, അദ്ദേഹം നമ്മളോടൊപ്പം ഉണ്ട്. ഇങ്ങനൊരു ആശയം, അതായത് ഒരു ശ്മശാനത്തിലാണ് ഈ ശില്പങ്ങളെല്ലാം ഉണ്ടാക്കേണ്ടി വന്നത്. അതോടൊപ്പം തന്നെ ഇതൊരു മാലിന്യക്കുന്നായിരുന്നു. ഇങ്ങനൊരു ആശയം പറഞ്ഞപ്പോൾ എന്തെല്ലാം കാര്യങ്ങളാണ് മനസ്സിലേക്ക് വന്നത്? എങ്ങനെയാണ് ഇതൊക്കെ ഡിസൈൻ ചെയ്തത്? ഇവിടെ എന്നോട് ഇങ്ങനൊരു സംഭവമുണ്ട്, നമുക്കിങ്ങനെ ഒന്ന് ആക്കിയാലോ എന്നുള്ളതിനെക്കുറിച്ചൊന്ന് എന്നോട് ചോദിച്ചു. അപ്പോൾ ശരി, അപ്പോൾ അതെങ്ങനെയുണ്ടോ എന്നുള്ളത് നോക്കട്ടെ എന്നും പറഞ്ഞാൽ ഞാൻ ഇങ്ങോട്ട് വന്ന് ഇവിടെ നിൽക്കുമ്പോൾ നമ്മൾ ഈ നിൽക്കുന്ന ഈ ഭാഗങ്ങളൊക്കെ ഒരു 2 ആൾ പൊക്കത്തിനുള്ള ഹൈറ്റിൽ മാലിന്യം നിറഞ്ഞു നിൽക്കുന്നൊരു സ്ഥലമായിരുന്നു. 2 ആൾ പൊക്കത്തിന്. അപ്പുറം ഈ ഭാഗം മൊത്തം. പിന്നെ ഇവിടെ കുറേ ആൾക്കാർ പറഞ്ഞ് ഇതൊക്കെ നടക്കാൻ പോകാത്ത കാര്യം, കാരണം ഈ 40 വർഷത്തെ പഴക്കമുള്ള മാലിന്യം നീക്കിയിട്ടാണോ ഇതിവിടെ ഇങ്ങനെ ചെയ്യാൻ പോണത്, നോക്കാം എന്നും പറഞ്ഞാണ് ഞങ്ങൾ ഈ വർക്ക് തുടങ്ങിയത്. നമുക്ക് ഈ ശ്മശാനത്തിന്റെ നടത്തിപ്പുകാർ എന്ത് പറയുന്നു എന്നുള്ളത് അറിയാം.
ദേവദാസ് ആണ്. അദ്ദേഹം കുറെ കാലമായിട്ട് ഇവിടെയാണ്. നേരത്തെ ഇവിടെ കാട് പിടിച്ചെടുക്കുന്നത്, ഇപ്പോൾ ഇവിടെ ഒരു പൂന്തോട്ടമൊക്കെ വന്നു. അപ്പം എങ്ങനെയുള്ള ഈ ഒരു മാറ്റം നിങ്ങൾ എങ്ങനെയാണ് കാണുന്നത്? ഒരു ഡാം പോലെയായി, പാർക്ക് പോലെയായി, ആൾക്കാരൊക്കെ വരാനും പോകാനൊക്കെ തുടങ്ങി. ആദ്യമൊന്നും വരില്ല ആൾക്കാരൊന്നും വരും. ഇപ്പോഴൊക്കെ ആൾക്കാർ കുട്ടികളൊക്കെ കൂടി വരാൻ തുടങ്ങി. ആദ്യം പേടിച്ചിട്ട് ആരും വരില്ല അവിടേക്ക്. കുടുംബശ്രീ പ്രവർത്തകർക്കാണ് ഈ ഉദ്യാനത്തിന്റെ പരിപാലന ചുമതല. ആരും തിരിഞ്ഞു നോക്കാതെയിരുന്ന ഈ സ്ഥലത്തേക്ക് ഇപ്പോൾ പൂന്തോട്ടവും ശില്പങ്ങളും കാണാൻ നിരവധി പേരാണ് എത്തുന്നത്. മറ്റ് പഞ്ചായത്തുകൾക്കും അനുകരിക്കാവുന്നതാണ് ഈ മാതൃക. നമ്മുടെ ശ്മശാനങ്ങളും മാലിന്യ സംസ്കരണ കേന്ദ്രങ്ങളുമൊന്നും അങ്ങനെ കാട് പിടിച്ച് കിടക്കേണ്ടവയല്ല. ക്യാമറാമാൻ പ്രജിത് കോങ്ങാടിനോടൊപ്പം പ്രസാദ് ഉടുമ്പിശ്ശേരി, ന്യൂസ് 18 പാലക്കാട്. തീർച്ചയായും നല്ലൊരു കാഴ്ച. അതെ, നമ്മൾ ഈ തിരുവനന്തപുരത്ത് ശാന്തികവാടം ഒരുപാട് സ്ഥലങ്ങളിൽ ഇങ്ങനെ മാറുന്നുണ്ട്. ഒരു അഭിനന്ദനീയമായ കാര്യമാണ്. കൂടുതൽ പ്രദേശങ്ങളിലേക്ക് ഇത് വളരട്ടെ എന്നാണ്. നമുക്ക് ഒരു ഇടവേളയിലേക്ക് പോകാം. അതിനു മുമ്പ് കൂടുതൽ വാർത്തകൾക്കും വിശദാംശങ്ങൾക്കും malayalam.news18.com. ഈ തെരഞ്ഞെടുപ്പ് അതിൻ്റെ ഒരു ലാസ്റ്റ് ലാപ്പിലേക്ക്, പ്രത്യേകിച്ച് ഡിസംബർ 8-നാണ് ആദ്യം വോട്ടെടുപ്പ്. അതിൻ്റെ ലാസ്റ്റ് ലാപ്പിലേക്ക് കിടക്കുകയാണ്. ചൂടാണ്, എല്ലായിടത്തും ചൂടായി തുടങ്ങിയ ആളുകളൊക്കെ തെക്ക് വടക്ക് ഓട്ടമാണ്. നമ്മൾ കുറേ സ്റ്റോറികൾ തെരഞ്ഞെടുപ്പായിട്ട് കണ്ടു. ഈ പ്രത്യേകിച്ച് ഈ പുതിയ കാലത്തെ പോസ്റ്ററുകൾ, പുതിയ പ്രചരണ രീതികൾ ഒരുപാട് കണ്ടു. ആ ബേഡക്ക പഞ്ചായത്തിലെ പോസ്റ്ററൊക്കെ എന്ന് പറഞ്ഞാൽ സിനിമാക്കാർ കണ്ടാൽ കുത്തിക്കൊണ്ടു അമ്മാതിരി പോസ്റ്ററുകളാണ്. ഭയങ്കര ഒരുപാട് രസമുള്ള പ്രചരണ രീതിയിൽ. കഴിഞ്ഞ ദിവസം ഇവിടെ കണ്ടാണ് സ്ഥാനാർത്ഥി കോർണറല്ലേ. ഇപ്പോൾ ആളുകൾ സ്ഥാനാർത്ഥി, അതായത് ഫോണുമായിട്ട് ചെന്നിട്ട് വീട്ടുകാരെ കൊണ്ടുവച്ച് ഓൺലൈനാണ്, ലൈവാണ്. അപ്പോൾ സ്ഥാനാർത്ഥി ഞാൻ കോർണറിലാണെന്നൊക്കെ പറഞ്ഞില്ല. അങ്ങനെ വളരെ വ്യത്യസ്തമായ ഒരു ചുവരെഴുത്ത്. ഈ ചുവരെഴുത്ത് സമൂഹ മാധ്യമങ്ങളിൽ ഭയങ്കര വൈറലാണ്. ആ ചുവരെഴുത്തിൻ്റെ കഥയാണ് നമ്മളിൽ പറയാൻ പോകുന്നത്. ചിത്രമെഴുത്തിൻ്റെ പരീക്ഷണകാലം കൂടിയാകുകയാണ് തദ്ദേശ തെരഞ്ഞെടുപ്പ് പ്രചാരണ രംഗം. വ്യത്യസ്തത പുലർത്തുന്ന ചുവരെഴുത്തുകളിലും ഇതിലൂടെ സ്ഥാനാർത്ഥി വളരെ പെട്ടെന്ന് തന്നെ നാട്ടുകാർക്ക് മുന്നിൽ സുപരിചിതനാവുകയാണ്. കൊച്ചിൻ കോർപ്പറേഷനിലെ ഒരു വാർഡിലെ ചുവരെഴുത്തുകൾ ഇത്തരത്തിലുള്ളതാണ്. നമ്മൾ ആ ചുവരെഴുത്തിലേക്കാണ് പോകുന്നത്. മുപ്പത്തിയഞ്ചാം ഡിവിഷനിലെ ചങ്ങമ്പുഴ ക്രോസ് റോഡിലേക്ക് എത്തുമ്പോൾ മെട്രോ റെയിൽ ഇറങ്ങി വരുന്നുണ്ട് സ്ഥാനാർത്ഥി PV ഷാജി. കുറച്ചു മുന്നോട്ട് കഴിയുമ്പോൾ പാസഞ്ചർ ട്രെയിനിന്റെ ബോഗിവാതിലിൽ കൈപിടിച്ച് അഭിവാദ്യം ചെയ്ത് നാട്ടുകാരെ നോക്കി നിൽപ്പാണ്. അവിടെയും തീരുന്നില്ല. KSRTC ബസ്, ഓട്ടോറിക്ഷ, എരിയുന്ന മെഴുതിരികൾ, കൊച്ചിയുടെ ചീനവലകൾ എന്നിവയെല്ലാം വാർഡിൽ മുക്കിലും മൂലയിലും നിറഞ്ഞു കവിയുന്നുണ്ട്. LDF സ്വതന്ത്ര സ്ഥാനാർത്ഥി PV ഷാജിയുടെ തെരഞ്ഞെടുപ്പ് ചുവരെഴുത്ത് വ്യത്യസ്തതകൾ കൊണ്ട് ഇതിനകം ശ്രദ്ധ നേടിക്കഴിഞ്ഞു. ചുവരെഴുത്ത് എന്നല്ല ഇതിനു പറയേണ്ടത്, ചിത്രമെഴുത്ത് എന്ന് തന്നെയാണ്. സ്ഥാനാർത്ഥിയെ ഇതുകൊണ്ട് പെട്ടെന്ന് തിരിച്ചറിയാൻ കഴിയുമെന്ന് ചുവരെഴുത്തിന് നേതൃത്വം നൽകുന്ന കലാകാരനായ രതീഷ് പറയുന്നു. ഷാജി ചേട്ടന് ആളൊരു വ്യത്യസ്തനാണ്, സ്വഭാവം കൊണ്ടും പ്രവർത്തനങ്ങൾ കൊണ്ടും എല്ലാം കൊണ്ടും. അപ്പോൾ ഷാജിന് വേണ്ടിയിട്ട് ഇപ്പോൾ തിരഞ്ഞെടുപ്പിൽ നിന്നപ്പോൾ തന്നെ നമുക്കൊരു വലിയ ആഗ്രഹം ഉണ്ടായിരുന്നു, നല്ല രീതിയിൽ ചുവരെഴുത്തണം, എല്ലാവരും ശ്രദ്ധിക്കപ്പെടണം എന്നുള്ളത്. ഷാജിന് ആദ്യമായിട്ടാണ് മത്സരിക്കുന്നത് തന്നെ. അപ്പോൾ അത് നല്ല ശ്രദ്ധ ആകർഷിക്കണമെന്നുള്ള ഒരാഗ്രഹം ഉണ്ടായിരുന്നു. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇതൊക്കെ തിരഞ്ഞെടുത്തത്. പുതിയ പ്രചാരണം തനിക്ക് ഗുണമാകുന്നുണ്ടെന്ന് സ്ഥാനാർത്ഥിയും. ഈ ചിത്രങ്ങളിലൂടെ ജനങ്ങളിലേക്ക് വളരെ പെട്ടെന്ന് ഈ ചുവരെഴുത്തിലൂടെ ജനങ്ങൾക്ക് കുറേയും കൂടി ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ കഴിഞ്ഞു. അല്ലെങ്കിൽ അവർക്കത് സ്ഥാനാർത്ഥിയെ സംബന്ധിച്ചുള്ള ഒരു വിവരം അവർക്ക് നേടാൻ കഴിഞ്ഞു എന്നുള്ളതാണ് ഈ മതിലെഴുത്തുമായി ബന്ധപ്പെട്ടുകൊണ്ട് പറയാം. വീട്ടുകാരും കൂട്ടുകാരും എല്ലാം ഉൾപ്പെടുന്ന സൗഹൃദ കൂട്ടായ്മയാണ് ചിത്രമെഴുത്തിന് നേതൃത്വം നൽകുന്നത്. വൈകുന്നേരങ്ങളിലും രാത്രിയുമായി ചിത്രം വര പൂർത്തിയാക്കുന്നു. രാവിലെയാകുമ്പോൾ മതിലിൽ, തീവണ്ടിയിലും വിമാനത്തിലുമൊക്കെയായി വോട്ട് ചോദിച്ച് സ്ഥാനാർത്ഥി നിൽക്കുന്നത് കാണാം. ന്യൂസ് 18 കൊച്ചി. ഏതായാലും മറ്റു വാർത്തകളിലേക്ക് കൂടി. തനിക്കെതിരെയുള്ള വിവാദങ്ങൾ LDFനെ പ്രയാസപ്പെടുത്തിയത് കൊണ്ടാവാം ഇടതു സ്ഥാനാർത്ഥിയാക്കാതിരുന്നത് എന്ന് കൊടുവള്ളിയിലെ കാരാട്ട് ഫൈസൽ.
CPM ആവശ്യപ്പെട്ടതനുസരിച്ചാണ് LDF സ്ഥാനാർത്ഥിത്വത്തിൽ നിന്നും പിന്മാറിയത്. വിവാദങ്ങൾ ഏറ്റെടുക്കേണ്ട എന്ന് CPM കരുതിയതിൽ തെറ്റില്ല എന്നും ഫൈസൽ ന്യൂസ് 18നോട് പറഞ്ഞു. പാർട്ടിയെ അനുസരിക്കുക എന്നുള്ളത് ഏതൊരു പാർട്ടി പ്രവർത്തകൻ്റെയും ചുമതലയാണ്. അതിൽ ചെറുതെന്നോ വലുതെന്നോ ഉള്ള വ്യത്യാസമല്ല. അവർ ഇപ്പോൾ പാർട്ടിക്കാരല്ലല്ലോ. പാർട്ടിക്കാരല്ലാത്തവർ ജയിച്ചു വന്നാലും പാർട്ടിക്കാരല്ല. അത് തന്നെയാണ് അതിൻ്റെ ഒരു സ്ഥിതി. പുതിയ പരിഷ്കാരത്തിൻ്റെ ഏറ്റവും വലിയ ഒരു ഗുണം എന്നുള്ളത് യുവാക്കൾക്ക് കൂടുതലായിട്ട് പരിഗണന കൊടുക്കാൻ നമുക്ക് കഴിഞ്ഞു. അതുകൊണ്ട് തന്നെയാണ് ഇത്രയും യുവാക്കൾ രംഗത്ത് വന്നത്. ആകെ 8-9% മാത്രമേ പഴയവരുള്ളൂ മൊത്തത്തിലെടുക്കുമ്പോൾ. വെൽഫെയറുമായിട്ട് ഒരിക്കലും സഖ്യം ഉണ്ടായിട്ടില്ല. ചിലയിടത്തൊക്കെ നീക്കുപോക്കുകൾ സ്ഥാനാർത്ഥികൾ അങ്ങോട്ടോട്ടൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. അത് ഗുണം ചെയ്യുമല്ലോ. ഗുണം ചെയ്യുന്നവർക്ക് തന്നെയാണ് ഞങ്ങൾ തയ്യാറായിട്ടുള്ളത്. നമ്മൾ പറഞ്ഞത് വേറെ, അവിടുന്ന് പ്ലേ ചെയ്തത് വേറെ. കാരാട്ട് പേഷ്യലിനെ കുറിച്ച് പറഞ്ഞത് ഏതായാലും വിമതരെ പുറത്താക്കി എന്നുള്ള സാദിഖലി ശിഹാബ് തങ്ങളുടെ ബൈറ്റാണ് ഇപ്പൊ പോയത്. ക്ഷമിക്കണം, ഞങ്ങൾ അതല്ല കാണിക്കാൻ ഉദ്ദേശിച്ചത്. കാരാട്ട് പേഷ്യലിന്റെ DF-നോടൊപ്പം ആണ് പ്രവർത്തിച്ച് വന്നിരുന്നത്. അപ്പോൾ സാങ്കേതികമായി മീഡിയാസൊക്കെ ഉണ്ടാക്കിയ വിവാദങ്ങൾ ഒരു പക്ഷേ LDF-നെ പ്രയാസപ്പെടുത്തിയിട്ടുണ്ടാവാം. അതുകൊണ്ട് അത്തരമൊരു തീരുമാനത്തിലേക്ക് LDF എത്തി. പക്ഷേ ആ സമയത്തേക്ക് ഞാൻ തെരഞ്ഞെടുപ്പ് പ്രചരണ രംഗത്ത് ഒരുപാട് മുന്നേറിയിരുന്നു. അതുകൊണ്ട് തന്നെ ഇവിടെയുള്ള ആളുകൾ, നിങ്ങൾക്ക് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും, ഈ യുവാക്കളുടെ ഒരു കൂട്ടായ്മയൊക്കെ നിർബന്ധിക്കുകയും മത്സരരംഗത്തേക്ക് തിരിച്ചു വരികയാണ്. സ്വതന്ത്ര സ്ഥാനാർത്ഥി, എല്ലാ വിഭാഗത്തിൻ്റെയും പിന്തുണയുണ്ട്. എല്ലാ കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായ ജനങ്ങളുടെ പിന്തുണ കൊണ്ട് വലിയ ഭൂരിപക്ഷത്തിന് ജയിച്ചു വരുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. വിശാല ഹൃദയനായ ആശാൻ ക്ഷമിച്ചിരിക്കുന്നു എന്നൊക്കെ പറയുന്ന പോലെ നീ ക്ഷമിച്ചു പോട്ടെ, പാവങ്ങളെന്നുള്ള വട്ടാണ്. നമുക്ക് ഏതായാലും അവസാനിപ്പിക്കാൻ സമയമായിരിക്കുന്ന ഒരു റിപ്പോർട്ട് കൂടി ഉണ്ട്. അതുകൂടി കണ്ട ശേഷം നമ്മുടെ ഷോ പൂർണ്ണമാവുന്നു. ഇനി നമ്മൾ തിങ്കളാഴ്ച അല്ലേ? തിങ്കളാഴ്ച കൂടുതൽ കാഴ്ചകളും വിശേഷങ്ങളും വരാം. ഏതായാലും അവസാനിക്കുന്നതിന് മുമ്പ് പാലക്കാട് പൂക്കാട്ടുംകാവ് പഞ്ചായത്തിൽ CPM-നെ തോൽപ്പിക്കാൻ സ്വതന്ത്ര സ്ഥാനാർത്ഥികളെ പിന്തുണച്ച് കോൺഗ്രസും BJP-യും. പൂക്കോട്ടുകാവിലെ 4 വാർഡുകളിലാണ് ഇരു പാർട്ടികളും സ്ഥാനാർത്ഥികളെ നിർത്താത്തത്. ഈ ഒരു റിപ്പോർട്ടോടുകൂടി ഞങ്ങൾ ഇന്ന് ഗുഡ് മോർണിംഗ് ന്യൂസ് 18 ഇവിടെ നിർത്തുന്നു. ഇനി നമുക്ക് തിങ്കളാഴ്ച കാണാം കൂടുതൽ പുതുമയോടെ. നമസ്കാരം. കേരളത്തിന് പുറത്ത് BJP-യെ തോൽപ്പിക്കാൻ കോൺഗ്രസും CPM-ഉം കൈകോർക്കുമ്പോൾ പാലക്കാട് പൂക്കോട്ടുകാവ് പഞ്ചായത്തിൽ 4 വാർഡുകളിൽ CPM-നെ തോൽപ്പിക്കാൻ BJP-യും കോൺഗ്രസും കൈകോർക്കുകയാണ്. സ്വതന്ത്ര സ്ഥാനാർത്ഥികളെ മുന്നിൽ നിർത്തിയാണ് 2 മുന്നണികളുടെയും വിചിത്ര സഖ്യം. പൂക്കോട്ടുകാവ് പഞ്ചായത്തിലെ 13 വാർഡുകളിൽ 4 ഇരു പാർട്ടികളും ഒരേ സ്വതന്ത്ര സ്ഥാനാർത്ഥികളെ പിന്തുണയ്ക്കുന്നത്. 1, 2, 6, 13 വാർഡുകളാണിത്. 2 മുന്നണികളും സ്ഥാനാർത്ഥികളിൽ അവകാശമുന്നയിച്ച് വെവ്വേറെ പോസ്റ്ററുകളും ഇറക്കിയിട്ടുണ്ട്. 1-ാം വാർഡിൽ രജനി രാമൻകുട്ടി, 2-ൽ സതീദേവി, 6-ൽ ശ്രീനിവാസൻ, 13-ൽ ശ്യാമള എന്നിവരാണ് കോൺഗ്രസ് BJP പിന്തുണയുള്ള സ്ഥാനാർത്ഥികൾ. ഇതിനു പുറമെ മറ്റ് 3 വാർഡുകളിലും BJP മത്സരിക്കുന്നില്ല. കോൺഗ്രസും BJP-യും തമ്മിലുള്ള ഒത്തുകളിയാണ് ഇതിലൂടെ പുറത്തുവന്നതെന്ന് CPM. BJP ആയിരുന്ന ഈ സ്ഥാനാർത്ഥി ഉൾപ്പെടെ വേറെ 2 പേർ സ്വതന്ത്ര സ്ഥാനാർത്ഥികളാവുകയും എന്നാൽ BJP-യുടെ പ്രൊഫൈലുകളിൽ അവർ BJP-ക്കാരായും NDA സ്വതന്ത്രരായും നിലനിൽക്കുകയാണ്. അവരെയാണ് വാസ്തവത്തിൽ കോൺഗ്രസ് പിന്തുണയ്ക്കുന്നത്. അപ്പോൾ കോൺഗ്രസിന് 1-2 വാർഡുകളിൽ അതിൻ്റെ നേതാക്കൾക്ക് ജയിക്കാൻ സൗകര്യത്തിന് BJP-യുടെ സ്ഥാനാർത്ഥികളെ അവർ നിർത്തിയിട്ടുമില്ല. ഇങ്ങനെ ഒരു കൂട്ടുകച്ചവടം LDF-നെ തോൽപ്പിക്കുക എന്ന ഒരൊറ്റ ലക്ഷ്യം മുൻനിർത്തി അവർ നടത്തുകയാണ്. ഏതെങ്കിലും മുന്നണിയുടേതല്ല, എല്ലാവരുടെയും പിന്തുണയുള്ള സ്ഥാനാർത്ഥിയാണ് താനെന്നാണ് 2-ാം വാർഡിലെ സ്വതന്ത്ര സ്ഥാനാർത്ഥി സതീദേവി പറയുന്നത്. അവർക്ക് എൻ്റെ അടുത്ത് താല്പര്യം ഉണ്ടായിരിക്കും. അവരെല്ലാവരുടെയും ആവശ്യപ്രകാരം നിൽക്കുമ്പോൾ അവർക്ക് താല്പര്യം ഉണ്ടായിരിക്കും. അതാണ് 3 പേരുടെ പിന്തുണയുണ്ട്. കിനാശ്ശേരിയിലെ ജനങ്ങളുടെ പിന്തുണ, ഞങ്ങളുടെ വാർഡിലെ ജനങ്ങളുടെ പിന്തുണ. BJP-യുമായി ഒരു സഖ്യവും ഇല്ലെന്നും CPM-നെ തോൽപ്പിക്കാനാണ് സ്വതന്ത്ര സ്ഥാനാർത്ഥികളെ പിന്തുണയ്ക്കുന്നതെന്നും കോൺഗ്രസ് വ്യക്തമാക്കി. BJP-യും കോൺഗ്രസും കൂടി സഖ്യമാണെങ്കിൽ മറ്റെത്രയോ വാർഡുകളിൽ BJP-യും കോൺഗ്രസും ത്രികോണ മത്സരം നടക്കുന്നുണ്ടല്ലോ. അങ്ങനെയാണെങ്കിൽ പകുതി ഭാഗിച്ച് മത്സരിച്ചാൽ പോരാ. അങ്ങനെ ഒരു സംഭവം നമ്മൾ ചെയ്യുന്നില്ല. അതുമായിട്ട് കോൺഗ്രസ് പാർട്ടിക്ക് ഒരു ബന്ധമില്ല, നമുക്കതിനെപ്പറ്റി അറിയില്ല. ഞങ്ങൾ ചെയ്യുന്നത് ഞങ്ങൾക്ക് വിജയസാധ്യത ഉണ്ടെന്ന് തോന്നുന്ന ചില വാർഡുകളിൽ നമ്മൾ അവരെ പിന്തുണയ്ക്കാൻ തീരുമാനിച്ചു. അതിൽ അവർക്ക് ചിലപ്പോൾ ഇപ്പോൾ സ്ഥാനാർത്ഥികളാകുമ്പോൾ സ്വാഭാവികമായിട്ട് എല്ലാ വ്യക്തികൾക്കും രാഷ്ട്രീയപരമായ അഭിപ്രായങ്ങളുണ്ടായിരിക്കും. അവർ പല രാഷ്ട്രീയ പാർട്ടികളിലെ ആൾക്കാരായിരിക്കാം. അപ്പോൾ അതിലുള്ള ആൾക്കാരെ നമ്മൾ സ്വതന്ത്ര സ്ഥാനാർത്ഥിയാണെങ്കിൽ ഞങ്ങൾ പിന്തുണയ്ക്കുന്നത് മാത്രമാണ് ഞങ്ങൾ സ്ഥാനാർത്ഥികളോട് പറഞ്ഞിട്ടുള്ളൂ. ഒത്തുകളിയാണെന്ന ആരോപണം BJP-യും നിഷേധിച്ചു. സ്വതന്ത്രന്മാരെ പിന്തുണയ്ക്കുന്നുണ്ടെങ്കിൽ അത് ഒരിക്കലും BJP-യുടെ സ്വതന്ത്രന്മാരല്ല. BJP-യുടെ അല്ല NDA സഖ്യത്തിൻ്റെ ഒരു സ്വതന്ത്രന്മാരില്ല. നമുക്ക് അവർ പിന്തുണയ്ക്കുന്നത് നമ്മൾ സ്വതന്ത്ര സ്ഥാനാർത്ഥിയാണ്. നല്ല രീതിയിൽ എല്ലാവരും കൂടി നല്ല സ്ഥാനാർത്ഥികളാണ്, നല്ല കാൻഡിഡേറ്റ്സ് ആണ്. ആ രീതിയിൽ പിന്തുണയ്ക്കുന്നത് മാത്രം. ഇതിൽ
UDF സ്വതന്ത്ര സ്ഥാനാർത്ഥി അല്ലെങ്കിൽ UDF ഇതിൽ സപ്പോർട്ട് ചെയ്യുന്നുണ്ടെന്ന് അല്ലെങ്കിൽ UDF ഇതിൽ സ്വതന്ത്ര സ്ഥാനാർത്ഥികൾ സപ്പോർട്ട് ചെയ്യുന്നുണ്ടെന്ന് അതൊന്നും നമുക്കറിയില്ല. നമ്മുടെ അഭിപ്രായത്തിൽ അത് സ്വതന്ത്ര സ്ഥാനാർത്ഥികളാണ്, അവരെ നമ്മൾ പിന്തുണയ്ക്കുന്നത് മാത്രം. അതേസമയം പൂക്കോട്ടുകാവിലെ കോൺഗ്രസ് BJP അടവ് നയത്തിനെതിരെ പ്രചരണം ശക്തമാക്കാനൊരുങ്ങുകയാണ് CPM. ന്യൂസ് 18 പാലക്കാട്.